ഒരിക്കൽ കൂടി ഏവർക്കും പൊന്നുരുളിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും, മിക്കവാറും കൊച്ചുകുട്ടികൾക്ക് പ്രത്യേകിച്ചും ഇഷ്ടമുള്ളൊരു തോരൻ റെസിപ്പി ഏതെന്ന് ചോദിച്ചാൽ അത് ക്യാബേജ് തോരനായിരിക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ഈ റെസിപ്പി ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന ക്യാബേജ് തോരനാണ്. വീഡിയോ മുഴുവൻ കണ്ട് ട്രൈ ചെയ്ത് നോക്കുകയും എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ക്യാബേജ് വളരെ ഘനം കുറച്ച് ചീകി ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ അരിയുന്നു. അതിലേക്ക് 2-3 പച്ചമുളക് എരിവിന് ആവശ്യമായത്രയും അതും ചെറുതായി മുറിച്ചിടുന്നു. ഒരു ചെറുതോ അല്ലെങ്കിൽ മീഡിയം സൈസ്ഡോ ആയ സവാളയും ചീകി അരിയുന്നു. ഇനി അതിലേക്ക് ഒരു തൊണ്ട് കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും 1-2 പിടി തേങ്ങ തിരുമ്മിയതും ചേർത്ത് നന്നായി കൈകൊണ്ട് കൂട്ടി തിരുമ്മി ഇളക്കുന്നു. ഈ തോരന് എരിവ് ഒരുപാട് കൂടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പ്രത്യേകിച്ച് മുളക് പൊടി ചേർക്കാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും. പച്ചമുളക് അരിഞ്ഞിടുന്നതാണ് ഏറ്റവും രുചി. ഇനി കടുക് വറുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതിലേക്കിട്ട് വേവിച്ചാൽ മാത്രം മതി. ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കുന്നു. ഉഴുന്നൊന്ന് മൂത്ത് ഒരു ബ്രൗൺ നിറമായ ശേഷം അതിലേക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് നന്നായി ഒന്ന് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞ് തിരുമ്മി വെച്ചിരിക്കുന്ന തോരൻ്റെ കൂട്ടുകൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കുക. ലോ ഫ്ലെയിമിൽ തീ വയ്ക്കുന്നതാണ് നല്ലത്. അടച്ചു വെച്ച് വേവിക്കുന്നതിനോടൊപ്പം ഇടയ്ക്കിടെ അതൊന്ന് തുറന്നിളക്കാനും ഉപ്പൊന്ന് രുചിച്ച് നോക്കി ചെക്ക് ചെയ്യാനും മറക്കരുത്. ഉപ്പ് അഥവാ കൂടുതലാണെങ്കിൽ കുറച്ച് തേങ്ങ തിരുമ്മിയത് കൂടുതലായി ചേർത്താൽ മതി. കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് സമയം കൂടി അടച്ചു വെച്ച് നല്ലൊരു മണം വരുന്നത് വരെ മൂപ്പിക്കുക. അങ്ങനെ കുറച്ച് സമയത്തെ അടയ്ക്കലും ഇളക്കലും എല്ലാം കഴിഞ്ഞ് ക്യാബേജ് തോരൻ നല്ല സോഫ്റ്റായി നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറിനോടൊപ്പം തീർച്ചയായും ഈ ക്യാബേജ് തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.